കണ്ണൂർ മൊകേരിയിൽ CPM പ്രവർത്തകന് നേരെ ആക്രമണം. അക്കാനിശ്ശേരി സ്വദേശി അലനെ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം വീട്ടിൽ കയറി മർദ്ദിച്ചു. RSS പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് CPMന്റെ ആരോപണം. അലന് മർദ്ദനമേൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അലന് മർദ്ദനമേൽക്കുന്ന സമയത്ത് വീട്ടിൽ അലന്റെ പിതാവാണെന്ന് തോന്നുന്നു. പാവത്തിന് കാലും വയ്യ. അദ്ദേഹം ക്രച്ചസിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനാണ് അലനെ അടിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. മുഖംമൂടിയൊക്കെ ധരിച്ചാണ് ആക്രമണം നടത്താൻ വന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുമുണ്ട്. 3, 2, 4, 5, 6 പേരാണ് ഇടിക്കുന്നത്. നോക്കി ഈ ചെയ്യുന്നത്. മുട്ടൊക്കെ വലിച്ചിരിഞ്ഞു. ഇടിയുക കഴിഞ്ഞ് തിരിച്ചും പോകുന്നു. മുഖമൊക്കെ മറച്ചാണ് പോകുന്നത്. ഇതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന ആക്രമിക്കാൻ വന്ന അക്രമികളുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ ആക്രമിച്ചവരെ ഇടിച്ചവരെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നാട്ടുകാരാണെന്ന് തോന്നുന്നു അല്ലേ? അരുൺ, അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ആ പ്രദേശത്ത് ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല വിഭാഗങ്ങളും തമ്മിൽ ഈ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പല കേസുകളും ആ രീതിയിലൊക്കെ വരികയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഞായറാഴ്ച രാത്രിയോടുകൂടി അലന്റെ വീട്ടിലേക്ക് ഒരു സംഘം ആളുകൾ എത്തുന്നത്. 5 or 6 പേരടങ്ങുന്ന സംഘം മുഖംമൂടിയൊക്കെ ധരിച്ച് വീട്ടിന് പുറത്തേക്ക് വരുന്നു. അതിനുശേഷം വീട്ടിൽ ആദ്യം ഡോറിന് മുട്ടുകയാണ്. അത് കേട്ട് ഈ അലന്റെ പിതാവ് ഈ ഡോറിന് സമീപത്തേക്ക് നടന്നു നീങ്ങുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം പ്രായമായ ഒരാളാണ്. അദ്ദേഹം മറ്റൊരു സഹായത്തോടു കൂടിയൊക്കെയാണ് ഈ വാതിലിനടുത്തേക്ക് നീങ്ങുന്നത്. അതിനിടയിൽ പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയ ഈ സംഘം അലനെ മർദ്ദിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഉടുത്തിരിക്കുന്ന മുണ്ടൊക്കെ ഉരിഞ്ഞു പോകുന്നുണ്ട്. അതിനുശേഷം ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്നും മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും ആരാണ് മർദ്ദിച്ചത് എന്നതിനെക്കുറിച്ച് നിലവിലൊരു ധാരണ വന്നിട്ടില്ല. RSS പ്രവർത്തകരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളതാണ് CPMന്റെ ആരോപണം. അങ്ങനെയാണ് നിലവിൽ അവർ പാനൂർ പോലീസിൽ ഒരു പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കണ്ടാൽ തിരിച്ചറിയാവുന്ന ആളുകളാണ് എന്നുകൂടി ഈ അലൻ കൊടുത്ത പരാതിയിൽ പറയുന്നുണ്ട്. ഏതായാലും അന്വേഷണം, പ്രാഥമികമായ ഒരു അന്വേഷണം നിലവിൽ ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അരുൺകുമാർ. ഓക്കെ, എന്തായാലും ഒരു വലിയ മോശമായി പോയി. ഒരു തെരഞ്ഞെടുപ്പാവുമ്പോൾ തോൽവിയും ജയമൊക്കെ ഉണ്ടാവും. അതിൻ്റെ പേരിൽ ചിലപ്പോൾ ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാവും. അതിനുമപ്പുറത്തേക്ക് വീട് കയറി അടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 3-4 വകുപ്പുകളെങ്കിലും ഈ പറയുന്ന ചെറുപ്പക്കാർക്കെതിരെ വരും. ഒന്ന് ഭവനഭേദനമാണ്, വധശ്രമത്തിന് കേസെടുക്കും, ഈ പറയുന്ന പോലെ അസഭ്യം പറഞ്ഞതിന് കേസെടുക്കും. പ്രായമായ ആൾക്കാരും സ്ത്രീകളും ഒക്കെ വീട്ടിലുള്ള സമയമാണ്. പാവ അച്ഛൻ 2 ക്രച്ചസിലൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് എന്തിനാണ് ഈ അടിക്കുന്നതെന്ന് പോലും പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. മുഖമൊക്കെ മറച്ചിട്ടാണ് വന്ന് ആക്രമണം നടത്തിയത്. മുഖം മറച്ചാൽ തിരിച്ചറിയില്ലെന്ന് കരുതിയോ